Isometric projection of combination of sphere and frustum of square pyramid ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കൺസെപ്റ്റ് ഓഫ് ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് സിമ്പിൾ സോളിഡ്സ്, ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് സ്ഫിയേഴ്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണുക. കോമ്പിനേഷൻ ഓഫ് സോളിഡ്സിൽ സ്ഫിയർ ഒരു സോളിഡായി വരുന്ന ഒരു KTU പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. എ സ്ഫിയർ ഓഫ് റേഡിയസ് 25 mm rests centrally on the top of a frustum of a square pyramid of 40 mm side of base and 20 mm side at the top, and the axis is 50 mm long. Draw the isometric projection. ഈ പ്രോബ്ലത്തിൽ രണ്ട് സോളിഡ്സ് ആണ് തന്നിരിക്കുന്നത്. ഒരു ഫ്രസ്റ്റം ഓഫ് എ സ്ക്വയർ പിരമിഡ്, അതിൻ്റെ സൈസ് 40, ടോപ്പിൽ 25, ഹൈറ്റ് ഈക്വൽ ടു 50 mm. അടുത്ത സോളിഡ് സ്ഫിയർ ആണ്, ഓഫ് റേഡിയസ് ഈക്വൽ ടു 25 mm. കോമ്പിനേഷൻ പ്രോബ്ലം ചെയ്യുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഏത് സോളിഡ് ആണ് ബോട്ടത്തിൽ വരുന്നത്, ഏത് സോളിഡ് ആണ് ടോപ്പിൽ വരുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്ഫിയർ റെസ്റ്റ് സെൻട്രലി ഓൺ ദ ടോപ്പ് ഓഫ് ദ ഫ്രസ്റ്റം ഓഫ് സ്ക്വയർ പിരമിഡ്. ഓക്കെ, ഫ്രസ്റ്റം ഓഫ് സ്ക്വയർ പിരമിഡ് ആണ് താഴെ വരുന്നത്, സ്ഫിയർ ആണ് മുകളിൽ വരുന്നത്. ഫ്രസ്റ്റം ഓഫ് സ്ക്വയർ പിരമിഡിന്റെ മുകളിൽ സ്ഫിയർ റെസ്റ്റ് ചെയ്യുന്നു. എങ്ങനെ? രണ്ട് സോളിഡിന്റെയും ആക്സിസ് സെയിം ലൈനിലായിട്ടാണ് റെസ്റ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണോ ഐസോമെട്രിക് വ്യൂ ആണോ എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യനിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് തന്നത്, അപ്പോൾ ഐസോമെട്രിക് സ്കെയില് കൺസ്ട്രക്ട് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ കോമ്പിനേഷന്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കുക. ഫസ്റ്റ് സോളിഡിന്റെ ടോപ്പ് വ്യൂ, സ്ക്വയർ ഓഫ് സൈഡ് 40 mm, കോൺസെൻട്രിക് ആയിട്ട് സ്ക്വയർ ഓഫ് സൈഡ് 20 mm, ഫേസ് എഡ്ജസ് വരയ്ക്കുക. കോൺസെൻട്രിക് ആയിട്ട് സർക്കിൾ വരയ്ക്കുക, റേഡിയസ് ഈക്വൽ ടു 25. ഫ്രണ്ട് വ്യൂ കിട്ടുക, ട്രപ്പീസിയം, ദിസ് ലെങ്ത് 40, ദിസ് ലെങ്ത് 20, ഹൈറ്റ് ഈസ് ഈക്വൽ ടു 50. ഈ ലൈനിന്റെ മിഡ് പോയിന്റിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ സർക്കിൾ ഓഫ് റേഡിയസ് ഈക്വൽ ടു 25. 40 mm സൈഡിൽ ഫ്രസ്റ്റത്തിന്റെ ടോപ്പ് വ്യൂ, ബോട്ടം ബേസ് വരയ്ക്കുക. ടോപ്പ് ഫേസിന്റെ സൈഡ് 20 mm, 10 mm മുകളിൽ താഴെ പോയിന്റ് മാർക്ക് ചെയ്യുക, 20 mm ലൈൻ വരയ്ക്കുക. സ്ലാൻഡ് എഡ്ജസ് ജോയിൻ ചെയ്യുക. തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക, കാരണം ഇതിന്റെ മുകളിൽ സർക്കിൾ വരുന്നുണ്ട്. ഇറേസ് ചെയ്ത് ഡാഷ് ലൈൻ വരയ്ക്കേണ്ടി വരും. സർക്കിൾ വരച്ചതിന് ശേഷം ഫേസ് എഡ്ജ് വരയ്ക്കാം. സ്ഫിയറിന്റെ റേഡിയസ് ഈക്വൽ ടു 25 mm. അപ്പോൾ ടോപ്പ് വ്യൂല് 25 mm റേഡിയസ് സർക്കിൾ കാണാൻ പറ്റും. ടോപ്പിലുള്ള സോളിഡ് ആണ് ടോപ്പ് വ്യൂല് വിസിബിൾ ആകുക. ഓക്കെ, അപ്പോൾ ഈ പോർഷൻ ഇറേസ് ചെയ്ത് ഡാഷ് ലൈൻ ആക്കി മാറ്റുക. ഈ പോർഷൻ മാത്രമേ വിസിബിൾ ആവൂ. അതേപോലെ ഈ ടോപ്പ് സ്ക്വയർ വിസിബിൾ ആകില്ല, ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കണം. സ്ലാൻഡ് എഡ്ജസ് വരയ്ക്കുമ്പോൾ ഇത്രയും പോർഷൻ മാത്രം വിസിബിൾ ആയിരിക്കും, ബാക്കി ഡാഷ് ലൈൻ ആയിരിക്കും. നെക്സ്റ്റ് ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ഫസ്റ്റത്തിന്റെ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 50 mm. ഫ്രസ്റ്റത്തിന്റെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയി. ഇനി സ്ഫിയറിന്റെ ഫ്രണ്ട് വ്യൂ കൂടെ വരയ്ക്കണം. ഫ്രണ്ട് വ്യൂ 25 mm റേഡിയസിൽ സർക്കിൾ കിട്ടും. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഈസ് കംപ്ലീറ്റഡ്. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് വരയ്ക്കേണ്ടത്, അതുകൊണ്ട് ആദ്യം ഐസോമെട്രിക് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യുക. ഐസോമെട്രിക് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ ട്രൂ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത് ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിലെ മാക്സിമം ലെങ്ത് ആണ്. അത് ഇവിടെ വരുന്നത് 50 mm ആണ്. ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കാൻ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഈ എൻഡിൽ നിന്ന് 15 ഡിഗ്രി ലൈൻ വരയ്ക്കുക. ഇവിടെ മാക്സിമം ലെങ്ത് വരുന്നത് 50 ആണ്, മാർക്ക് ചെയ്യുക. ഈ പോയിന്റിൽ നിന്ന് 45 ഡിഗ്രി ലൈൻ വരയ്ക്കുക. ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക. 15 ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ, 45 ഡിഗ്രി. ഹൊറിസോണ്ടൽ തിൻ ലൈൻ വരയ്ക്കുക. പോയിന്റ് മാർക്ക് ചെയ്യുക BA ആൻഡ് BC 30 ഡിഗ്രി ലൈൻ ആയിരിക്കും. തിൻ ലൈൻ വരയ്ക്കുക. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്, അതുകൊണ്ട് ഈ ലെങ്ത് എടുക്കാൻ പറ്റില്ല. 40 × 0.816, അതായത് 40യുടെ ഐസോമെട്രിക് ലെങ്ത് വേണം മെഷർ ചെയ്യാൻ. അതിന് ഐസോമെട്രിക് സ്കെയിലിൽ ഈ 40 mm ട്രൂ ലെങ്ത് ലൈനിൽ മാർക്ക് ചെയ്തിട്ട്
ഈ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് ലെങ്ത് ഈ ലൈനിനെ പാരലായി കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും 45 ഡിഗ്രി ലൈൻ എടുത്തിട്ടോ ഇവിടെ മാർക്ക് ചെയ്യുക. ഇതായിരിക്കും 40 mm കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് ലെങ്ത്. ഈ ലെങ്ത് മെഷർ ചെയ്ത് മാർക്ക് ചെയ്യുക. ബോട്ടം സ്ക്വയറിന്റെ റോംബസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ടോപ്പ് ഫേസ് ലൊക്കേറ്റ് ചെയ്യണം. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ബോക്സ് കംപ്ലീറ്റ് ചെയ്യുക. ഹൈറ്റ് 50 എടുക്കരുത്, 15 കൺവേർട്ട് ചെയ്ത ലെങ്ത് എടുത്തിട്ട് ബോക്സ് കംപ്ലീറ്റ് ചെയ്യുക. പോയിന്റ് 1 2 3 4 മെത്തേഡ് ഓഫ് പോയിന്റ്സ് യൂസ് ചെയ്തിട്ട് ഈ മുകളിലത്തെ റോംബസിൽ ലൊക്കേറ്റ് ചെയ്യുക. എന്നിട്ട് സ്ലാൻഡ് എഡ്ജസ് ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ 2' B' ആൻഡ് A' B' നോൺ ഐസോമെട്രിക് ലൈൻസ് ആണ്. അപ്പോൾ ഈ നോൺ ഐസോമെട്രിക് ലൈൻസിന്റെ ഈ ഓഫ്സെറ്റ് ഇവിടെ ലൊക്കേറ്റ് ചെയ്ത് ഈ പോയിന്റ് ലൊക്കേറ്റ് ചെയ്ത് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. വെർട്ടിക്കൽ ലൈനിന്റെ ലെങ്ത് ഈ ഐസോമെട്രിക് ലെങ്ത് എടുത്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ പോയിന്റ്സ് കിട്ടും. ആ പോയിന്റ്സ് ജോയിൻ ചെയ്യുക. ഈ ലൈൻസിനെ ഇവിടത്തേക്ക് കൊണ്ടുവരണം. ഈ പോയിന്റ് പി കൺസിഡർ ചെയ്യുക. ഈ പോയിന്റ് പിനെ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എ പി ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്താൽ തെറ്റാണ്. കാരണം ഇത് ഐസോമെട്രിക് വ്യൂ അല്ല, ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. അതുകൊണ്ട് ഈ എ പി ഡിസ്റ്റൻസിനെ ഐസോമെട്രിക് സ്കെയിലിലേക്ക് കൊണ്ടുവരിക. ഈ ലൈനിന് പാരലായിട്ടോ അല്ലെങ്കിൽ ഈ പോയിന്റിലൂടെ 45 ഡിഗ്രി ലൈൻ കൺസിഡർ ചെയ്തിട്ടോ ഈ ലൈൻ വരയ്ക്കുക. ഈ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക. ഇതായിരിക്കും ഐസോമെട്രിക് ലെങ്ത്. ഈ ലെങ്ത് ആണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഈ ലെങ്ത്തും സെയിം ആണെന്നറിയാം, കാരണം ഇത് രണ്ടും കോൺസെൻട്രിക് ആയിട്ടുള്ള സ്ക്വയേഴ്സ് ആണ്. ഈ P1 ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബി സിക്ക് പാരലായിട്ട് പിയിലൂടെ ലൈൻ വരയ്ക്കുക. ഈ ലൈനിലായിരിക്കും 1ഉം 4ഉം. ഈ ഡിസ്റ്റൻസും സെയിം ആണ്. അപ്പോൾ നമുക്കിവിടെ ആ ഡിസ്റ്റൻസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് ലെങ്ത് എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. ഇതായിരിക്കും 1. ഒന്നുകിൽ 1 to 4 20 mm കൺവേർട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമുക്കറിയാം ഇതും സെയിം ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് എടുത്താൽ അതായിരിക്കും 4. ഇതിൽ 2ഉം 3ഉം കിട്ടും. അഗെയിൻ സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. ഇവിടെ 2 കിട്ടി, 3 കിട്ടി. ഇനി 1 2 3 4 ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓരോ പോയിന്റ്സിലൂടെയും വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുക. ആ വെർട്ടിക്കൽ ലൈനിന്റെ ലെങ്ത് 50 എടുക്കേണ്ടത് ഐസോമെട്രിക് വ്യൂവിലാണ്. ഇവിടെ 50യുടെ ഐസോമെട്രിക് ലെങ്ത് 50 × 0.816 ഐസോമെട്രിക് സ്കെയിലിൽ മെഷർ ചെയ്തിട്ട് ആണ് ഈ ഓരോ പോയിന്റിൽ നിന്നും എടുക്കേണ്ടത്. തിൻ ലൈൻ യൂസ് ചെയ്ത് ഈ മാർക്ക് ചെയ്ത ഓരോ പോയിന്റിലേക്കും വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുക. ഇതാണ് 1 2 3 ആൻഡ് 4. 1 2 3 4 1 തിൻ ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് ദിസ് സ്ഫിയർ വരയ്ക്കണം. നമുക്കറിയാം ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സ്ഫിയർ ഈസ് എ സർക്കിൾ ഓഫ് റേഡിയസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സ്ഫിയർ. ബട്ട് അതിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യണം. സെന്റർ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ടു സെന്റർ ഓഫ് സ്ഫിയർ ആ ലൈൻ ലൊക്കേറ്റ് ചെയ്യണം. അതൊരു വെർട്ടിക്കൽ ലൈനാണ്. വെർട്ടിക്കൽ ലൈൻ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. അതിന്റെ ലെങ്ത് ഈക്വൽ ടു ഒറിജിനൽ ലെങ്ത് ഇൻറ്റു 0.816 ആയിരിക്കും. 25 mm ലൈനെ ഇവിടെ മാർക്ക് ചെയ്യുക. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് ലെങ്ത് കിട്ടാൻ ഈ ലൈനിന് പാരലായിട്ട് കൊണ്ടുവരിക. അല്ലെങ്കിൽ ഈ പോയിന്റിലൂടെ 45 ഡിഗ്രി ലൈൻ വരയ്ക്കുക. ഇതായിരിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് ലെങ്ത്. ഈ ലെങ്ത് മെഷർ ചെയ്തിട്ട് വേണം ഈ പോയിന്റിൽ നിന്ന് സെന്റർ ഓഫ് ദ സ്ഫിയർ ലൊക്കേറ്റ് ചെയ്യാൻ. ഇതായിരിക്കും സെന്റർ ഓഫ് ദ സ്ഫിയർ. ഇനി ഈ സെന്റർ ഓഫ് ദ സ്ഫിയർ കിട്ടിക്കഴിഞ്ഞാൽ ഈ റേഡിയസിൽ തന്നെ സർക്കിൾ വരയ്ക്കരുത്, തെറ്റാണ്. ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സ്ഫിയർ സർക്കിൾ ആണ്. സർക്കിളിന്റെ റേഡിയസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സ്ഫിയർ. അപ്പോൾ 25 mm റേഡിയസിൽ വേണം സർക്കിൾ വരയ്ക്കാൻ. ഈ റേഡിയസിൽ സർക്കിൾ വരയ്ക്കുക. ഇനി വിസിബിൾ ഇൻവിസിബിൾ ലൈൻസ് വരയ്ക്കുക. ഇവിടെ 1A വിസിബിൾ ആണ്, AB വിസിബിൾ, BC വിസിബിൾ, 2B വിസിബിൾ, C3 വിസിബിൾ, CD ഇറേസ് ചെയ്യുക, ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക.
വിസിബിൾ ആയിരിക്കില്ല. ടോപ്പ് ഫേസ് 1, 2 വിസിബിൾ ആയിരിക്കും. 2, 3 വിസിബിൾ ആയിരിക്കും. 4, 1 ഡാഷ് ലൈൻ വെച്ച് വരയ്ക്കുക. 4, 3 ഡാഷ് ലൈൻ. ഐസോമെട്രിക് പ്രൊജക്ഷൻ ഈസ് കംപ്ലീറ്റഡ്. ഡയമെൻഷൻ ചെയ്യുക. റേഡിയസ് ഓഫ് സ്ഫിയർ ഈക്വൽ ടു 25 mm.